അറബി വ്യാകരണം ദർസ് 11. ഇന്ന് റിവിഷൻ ക്ലാസ്സാണ്. അൽ ജുംലത്തുൽ മുഫീദാണ് ഒന്നാമത്തെ പാഠം. ജുംലത്തുൽ മുഫീദ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തർക്കീബുല്ലദി യുഫീദു ഫായിദത്തൻ താമ്മത്തൻ യുസമ്മ ജുംലത്തൻ മുഫീദത്തൻ വയുസമ്മ അയ്ദൻ കലാമ. അത്തർക്കീബു ഒരു പദഘടന, അല്ലദി യുഫീദു ഫായിദത്തൻ താമ്മത്തൻ ഒരു പൂർണ്ണമായ ആശയം ദ്യോതിപ്പിക്കുന്ന, യുസമ്മ അത് പറയപ്പെടും ജുംലത്തൻ മുഫീദത്തൻ, ജുംലത്തൻ മുഫീദ എന്ന്, ജുംലത്തുൽ മുഫീദ എന്ന്. അപ്പോൾ യുസമ്മ അയ്ദൻ കലാം, അതിന് കലാം എന്നും പറയും. ജുംലത്തുൽ മുഫീദ എന്ന് പറയും, കലാം എന്ന് പറയും. അൽ ജുംലത്തുൽ മുഫീദത്തു ഖദ് തതറക്കബു മിൻ കലിമത്തൈനി. ജുംലത്തുൽ മുഫീദ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ രണ്ട് പദങ്ങൾ കൊണ്ടായിരിക്കും രൂപപ്പെടുന്നത്. വഖദ് തതറക്കബു മിൻ അക്സറ, ചിലപ്പോൾ കൂടുതൽ, അതായത് രണ്ടിലധികം പദങ്ങൾ കൊണ്ടും രൂപപ്പെടും. കുല്ലു കലിമത്തിൻ ഫിഹാ തുഅദ്ദു ജുസ്അൻ മിൻഹ, അതിൽ ഓരോ കലിമത്തും ഓരോ പദവും അതിൻ്റെ ജുസ് എന്ന് പറയും, ജുംലയുടെ ജുസ്. ഉദാഹരണങ്ങൾ: അൽ ബുസ്താനു ജമീലുൻ, അതൊരു ജുംലയാണ്. അൽ ബുസ്താൻ എന്ന് മാത്രം പറയുമ്പോൾ അതിലൊരു ആശയം, ബുസ്താൻ എന്താണെന്നുള്ളത് കിട്ടുന്നില്ല. ഗാർഡൻ, പൂന്തോട്ടം എന്നേ. അൽ ബുസ്താനു ജമീൽ എന്ന് പറയുമ്പോൾ പൂന്തോട്ടം മനോഹരമാണ് എന്ന് വന്നു. അപ്പോൾ അതൊരു ജുംലത്തുൽ മുഫീദയാണ്. അശംസു ത്വാരിഅത്തുൻ, സൂര്യൻ ഉദിക്കുന്നതാണ്. ഖതഫ മുഹമ്മദുൻ സഹറത്തൻ, ഖതഫ പറിച്ചു, മുഹമ്മദ് സഹറത്തൻ പുഷ്പത്തെ. അപ്പം മുഹമ്മദ് പുഷ്പം പറിച്ചു. യഈഷു സമകു ഫിൽ മായി, യഈഷു ജീവിക്കുന്നു, അസമകു മത്സ്യം, ഫിൽ മായി വെള്ളത്തിൽ, മത്സ്യം വെള്ളത്തിൽ താമസിക്കുന്നു, ജീവിക്കുന്നു. അപ്പോൾ അതൊരു ജുംലത്തുൽ മുഫീദ്. യക്സുറു നഖീലു ഫി മിസ്ര, യക്സുറു അധികരിക്കുന്നു, അധികമായി കാണുന്നു. അൻ നഖീലു ഈത്തപ്പന, ഫി മിസ്ര ഈജിപ്തിൽ, ഈജിപ്തിൽ ഈത്തപ്പന അധികമായി കാണുന്നു, അധികമാണ്. ഷമ്മ അലിയുൻ വർദ്ധത്തൻ, ഷമ്മ മണത്തു, അലിയുൻ അലി, വർദ്ധത്തൻ റോസ്, അപ്പോൾ അലി റോസ് മണത്തു. ഇതൊക്കെ ജുംലത്തുൽ മുഫീദക്ക് ഉദാഹരണങ്ങളാണ് അല്ലേ. ഇനി അജ്സാ ഉൽ ജുംല. അജ്സാ ഉൽ ജുംല നമ്മൾ ഇപ്പോൾ ജുംലത്തുൽ മുഫീദ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്താണ്, അതിന് ജുംലക്ക് ഉള്ള ഓരോ കലിമത്തും എന്ത് പറയും, അതിൻ്റെ ജുസ് എന്ന് പറയും. ജുസ് എന്നതിൻ്റെ ബഹുവചനം എന്ത്? അജ്സാ. ഇപ്പം 30 ജുസ് എന്ന് പറയില്ലേ, ഖുർആൻ 30 ജുസ് എന്ന് പറയും, 30 ഭാഗങ്ങൾ. അപ്പോൾ ഒരു ജുംലയുടെ ഭാഗങ്ങളാണ് അതിലെ ഓരോ കലിമത്തും. അൽ കലിമത്തു സലാസത്തു അൻവാഇൻ, ഈ കലിമത്തുകൾ 3 ഇനങ്ങളാണ്. ഇസ്മുൻ വ ഫിഅലുൻ വ ഹർഫുൻ. അപ്പോൾ ജുംലയിലെ ഓരോ കലിമത്തും ജുംലയുടെ ജുസ് എന്ന് പറയാം. അജ്സാ ഉൽ ജുംല, ജുംലയുടെ ജുസുകൾ, ഭാഗങ്ങൾ. ആ ഭാഗങ്ങളായിട്ടുള്ള കലിമത്തുകൾ 3 ഇനങ്ങളാണ്, 3 ടൈപ്പാണ്. ഇസ്മുൻ വ ഫിഅലുൻ വ ഹർഫുൻ, ഇസ്മു ഫിഅല് ഹർഫ്. ഫൽ ഇസ്മു കുല്ലു ലഫ്ദിൻ യുസമ്മ ബിഹി ഇൻസാനുൻ ഔ ഹയവാനുൻ ഔ നബാത്തുൻ ഔ ജമാദുൻ ഔ അയ്യു ഷൈഇൻ ആഖറ. അപ്പോൾ ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യൻ്റെ, അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ, ഒരു ജീവിയുടെ, അല്ലെങ്കിൽ ഒരു ചെടിയുടെ, അല്ലെങ്കിൽ ഒരു അജീവീയ വസ്തു, അല്ലെങ്കിൽ മറ്റെന്തോ സാധനം, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നതാണ് ഇസ്മ അല്ലെങ്കിൽ നാമം എന്ന് പറയുന്നത്. വൽ ഫിഅലു, ഫിഅലാകുന്നത്, ഫിഅൽ എന്താണ്? കുല്ലു ലഫ്ദിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൻ ഖാസിൻ, ഒരു നിശ്ചിതമായ കാലത്ത്, ഒരു കാലത്തോട് അന്വരിച്ച് അത് ഒരു പ്രവൃത്തി, ഒരു കർമ്മം ചെയ്ത് സാധ്യമാകുന്നതിനെ അറിയിക്കുന്നു. അതിനെ അറിയിക്കുന്നതാണ്, ഒരു പ്രവൃത്തി ചെയ്തതിനെ അറിയിക്കുന്നതാണ്, ചെയ്യുന്നതിനെ അല്ലെങ്കിൽ പ്രവൃത്തിയെ അറിയിക്കുന്നു. വൽ ഹർഫു, ഹർഫ് എന്ന് പറയുമ്പോൾ കുല്ലു ലഫ്ദിൻ ലാ യദ്ഹറു മഅനാഹു കാമിലൻ ഇല്ലാ മഅ ഗൈരിഹി, മറ്റൊന്നിൻ്റെ കൂടെ അല്ലാതെ മഅന വെളിപ്പെടാത്തതാണ്, പൂർണ്ണമായി മഅന ആശയം വെളിപ്പെടാത്തതാണ് ഹർഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്മ എന്ന് പറയുമ്പോൾ ഉദാഹരണം പറയാം. റക്കിബ ഇബ്രാഹിമു അൽ ഹിസാന, റക്കിബ വാഹനപ്പുറത്ത് കയറി. അപ്പം വാഹനം കയറുന്നതിനുണ്ട് റക്കിബ എന്ന് പറയാം. റക്കിബ എന്ന് പറഞ്ഞാൽ ഫിഅലാണ് അല്ലേ. അൽ ഇബ്രാഹിം ഒരാളുടെ പേരാണ്, ഇസ്മാണ്. അൽ ഹിസ്വാന, അൽ ഹിസാന എന്നുള്ള സത്യത്തിൽ 2 പദങ്ങളുണ്ട്. അൽ എന്നത് മാരിഫത്തിൻ്റെ അൽ എന്ന് പറയും, ഇംഗ്ലീഷിൽ ദ എന്ന ആർട്ടിക്കിൾ പറഞ്ഞാൽ അതിന് ഇക്വലൻ്റാണ്, തത്തുല്യമാണ്. അൽ എന്നുള്ളത് ഒരു ഹർഫാണ്,
ഒറ്റക്ക് അൽ എന്ന് പറയുമ്പോൾ ഒരു അർത്ഥമല്ല. അൽ ഹിസാന എന്ന് പറയുമ്പോൾ ഏതോ ഒരു കുതിര, ഒരു പ്രത്യേക കുതിരയാണ്, ഒരു നിശ്ചിത കുതിരയാണ് അൽ ഹിസാന കുതിര. അപ്പോൾ ഇബ്രാഹിം കുതിരപ്പുറത്ത് കയറി. യുദായിബു ഇസ്മായിലു അൽ ഖിത്ത, യുദായിബു കളിപ്പിക്കുന്നു, ഇസ്മായിൽ അൽ ഖിത്ത പൂച്ചയെ. ശരി. യഹ്സുദുൽ ഫല്ലാഹു അൽ ഖംഹ, യഹ്സുദ് കൊയ്യുന്നു, അൽ ഫല്ലാഹു കർഷകൻ, അൽ ഖംഹ ഗോതമ്പ്. തഅകുലു ശാത്തു ഫൂലൻ വ ശഈറ. സമിഅതു നസീഹത, ഞാൻ കേട്ടു. എന്ത് കേട്ടു? സമിഅതു പറഞ്ഞാൽ ഞാൻ കേട്ടു. അൻ നസീഹത ഉപദേശം, നസീഹത്ത്. അപ്പോൾ സമിഅതു, അത് സമിഅതു എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഫിഅലാണ്. നസീഹത്ത എന്നുള്ളത് ഒരു ഇസ്മാണ്. നസീഹത്ത് ഉപദേശം എന്ന് പറഞ്ഞ ഇതിൻ്റെ പേരല്ലേ. അതേപോലെ യഹ്സുദു കൊയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഫിഅലാണ്. അൽ ഫല്ലാഹു എന്നുള്ളതിൽ അൽ ഹർഫാണ്, ഫല്ലാഹു എന്നുള്ളത് ഇസ്മാണ്, ഖംഹ എന്നുള്ളത് അതും ഇസ്മാണ് അല്ലേ. യുദാഇബു കളിപ്പിക്കുന്നു, അതാണ് അല്ലെ പരസ്പരം സല്ലബിക്ക കളിക്കുക എന്നുള്ളത് ദാഇബ്, ദാബ് യുദാഇബു എന്ന് പറയും. യുദാഇബു അത് ഫിഅലാണ്. ഇസ്മായിലു ഇസ്മാണ്. അൽ ഖിത്ത, ഖിത്ത് എന്നുള്ളത് ഇസ്മാണ്. അതാണ് അജ്സാഉൽ ജുംല അല്ലേ. ഇനി നമുക്ക് അടുത്ത പാഠം എന്താണ്? തഖ്സീമുൽ ഫിഅലി ബിഇഅ്തിബാരി സമനിഹി, കാലത്തോട് ചേർന്നാണ് ഒരു കർമ്മം എന്ന് പറഞ്ഞു അല്ലേ. കർമ്മം ഫിഅല് ഒരു കാലത്തോട് ചേർന്നാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ കാലം പരിഗണിച്ചുകൊണ്ട് ഫിഅലിൻ്റെ ഇനങ്ങൾ വിഭജനം, ഫിഅലിൻ്റെ തഖ്സീം ഖിസ്മാക്കൽ. ഒന്നാമത്തത് അൽ ഫിഅലുൽ മാദി, മാദി ആയ ഫിഅലാണ്. അൽ ഫിഅലുൽ മാദി ഹുവ കുല്ലു ഫിഅലിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൽ മാദി. അൽ ഫിഅലുൽ മാദി, മാദി ആയ ഫിഅലി എന്ന് പറഞ്ഞാൽ ഹുവ അത് കുല്ലു ഫിഅലിൻ എല്ലാ ഫിഅലുമാണ്, എല്ലാ ഓരോ ഫിഅലുമാണ്, യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൽ മാദി കഴിഞ്ഞ കാലത്ത് നടന്ന ഇതിനെ സൂചിപ്പിക്കുന്ന അറിയിക്കുന്ന ഒരു ഫിഅലാണ് ഫിഅലുൽ മാദി. അൽ ഫിഅലുൽ മാദി പാസ്റ്റ് ടെൻസ്, ഭൂതകാല ക്രിയ എന്ന് പറയുന്നത്. ജറൽ കൽബു, നായ സഞ്ചരിച്ചു അല്ലെങ്കിൽ നായ നടന്നു. വഖഫർ റജുലു, പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യൻ ആള് നിന്നു. ളാഅൽ കിതാബു, പുസ്തകം നഷ്ടപ്പെട്ടു. ഇപ്പം ജറ എന്നത് ഫിഅൽ, നടന്നു കഴിഞ്ഞു, നടന്നു. പട്ടി നായ നടന്നു എന്നാണല്ലോ. വഖഫ നിന്നു, അവിടെ നിന്ന് കഴിഞ്ഞു, മാദി ആഫിയിലാണ്. വാ നഷ്ടപ്പെട്ട് കഴിഞ്ഞു, ലോസ്റ്റ്. ദഖത്തി സഅതു, ഘടികാരം മുട്ടി. ശരി. ജാഅത്ത് അൽ ബിന്തു, ജാഅത്ത് അൽ ബിന്തു എന്നാണ് ചേർത്ത് പറയുമ്പോൾ ജാഅത്തിൽ ബിന്തു എന്ന് പറയും. പെൺകുട്ടി വന്നു. അപ്പം ജാഅത്ത് വന്നു, വന്നു എന്ന് പറയുമ്പോൾ അത് മാദി ആഫിയിലാണ്, കഴിഞ്ഞു, അത് വന്നു കഴിഞ്ഞു കേട്ടോ. ബാവത്ത് അദ്ദജാജത്തു, ബാവത്ത് അദ്ദജാജത്തു എന്നാണ് ചേർത്ത് പറയുമ്പോൾ ബാവത്തി ദജാജത്തു എന്ന് പറയും. ബാവത്ത് മുട്ടയിട്ടു, അദ്ദജാജത്തു പിടക്കോഴി. ബാവത്ത് എന്നുള്ളത് ഫിഅലു മാദിയാണ്. ഈ അൽ ഫിഅലുൽ മുദാരി തഖ്സീമുൽ ഫിഅലി ബിഇഅ്തിബാരി സമനി എന്ന് പറയും. കാലം പരിഗണിച്ചുകൊണ്ടുള്ള ഫിഅലിൻ്റെ വിഭജനമാണ്. ഈ രണ്ടാമത്തെ ഫിഅല് അൽ ഫിഅലുൽ മുദാരി, മുദാരി ആ ഫിഅല്. മുദാരി ആ ഫിഅൽ എന്ന് പറഞ്ഞാൽ അറബിയിൽ മുദാരി മുസ്തഖ്ബിലായിരിക്കും, ഒന്നുകിൽ ഭാവി കാലം സൂചിപ്പിക്കും അല്ലെങ്കിൽ വർത്തമാനകാലം സൂചിപ്പിക്കും. രണ്ടിനും ഒരേ രൂപമാണ്. വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനും ഒരേ രൂപമാണ്. അഗ്സിലു യദയ്യ, ഞാൻ എൻ്റെ കൈ കഴുകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൈ കഴുകുന്നു എന്നാണ് അർത്ഥം. പറഞ്ഞാൽ ഹാദറാണത്, ഫിഅല് ഹാദറാണ്. ഇപ്പോൾ സമനുൽ ഹാദർ പ്രസൻറ്റ് ടെൻസാണ്. അഗ്സിലു യദയ്യ, അതിന് വേറെ അർത്ഥം പറയാം. ഞാൻ എൻ്റെ കൈ കഴുകും എന്നും പറയാം. അപ്പോൾ അത് മുസ്തഖ്ബിലാണ്, സമനുൽ മുസ്തഖ്ബിലാണ്, ഫിഅല് മുസ്തഖ്ബിൽ. രണ്ടാണെങ്കിലും ഫിഅല് മുദാരി എന്നാണ് പറയാൻ പറ്റുന്നത്. ഫിഅല് മുദാരി എന്നാണ് പറയാം. അൽബസു സിയാബി, ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ ധരിക്കും. നൽഅബു ബിൽ ഖുറത്തി, ഞങ്ങൾ പന്ത് കൊണ്ട് കളിക്കുന്നു. നംഷി ഫിൽ ഹുഖൂലി, ഞങ്ങൾ വയലുകളിൽ നടക്കുന്നു. അപ്പോൾ ഔസിലു കുളിക്കുന്നു, അൽബസു ഞാൻ ധരിക്കുന്നു, നൽഅബു ഞങ്ങൾ കളിക്കുന്നു, നംഷി ഞങ്ങൾ നടക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഫിഅല് മുദാരി ആണ്. യൻബഹുൽ കൽബു, പട്ടി
നായ കുരക്കുന്നു അല്ലെങ്കിൽ കുരക്കും. പിന്നെ തഅകുലുൽ ബിന്തു പെൺകുട്ടി തിന്നുന്നു. തദ്ബുലുൽ വർദത്തു പനിനീർ വർദ്ധത്ത് എന്ത് ചെയ്യുന്നു വാടുന്നു ആയിരിക്കും, അത് വാടും. അപ്പോൾ അതൊക്കെ എന്താണ് ഫിഅലുകളാണ്. എൻബഹു തഅകുലു തദ്ബുലു എന്നതൊക്കെ ഫിഅല് എന്ത് ഫിഅലാണ്? മുദാരിഅ ഫിഅലാണ്. ഇനി ഫിഅല് മുദാരിഅ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്നുകിൽ അത് അപ്പ ചെയ്യുന്നു എന്നുള്ള ഹാദറിൻ്റെ അർത്ഥമാകാം, അല്ലെങ്കിൽ ചെയ്യും എന്ന മുസ്തഖ്ബിലിൻ്റെ അർത്ഥം ആവാം. ഇനി ഇതിൽ എല്ലാത്തിലും എന്തുണ്ടാകും? അലിഫ് അല്ലെങ്കിൽ താ അല്ലെങ്കിൽ യാ അല്ലെങ്കിൽ നൂന്. അലിഫ് താ യാ നൂന് ഇതിലേതെങ്കിലും ഒരു അക്ഷരം മുദാറാത്തിൻ്റെ ഹർഫ് എന്ന് പറയാം, അത് അതിൻ്റെ മുന്നിലുണ്ടാവും തുടക്കത്തിൽ. യഫ്അലു യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലാനി യഫ്അൽന തഫ്അലു തഫ്അലാനി തഫ്അലൂന തഫ്അലീന തഫ്അലാനി തഫ്അൽന അഫ്അലൂന അഫ്അലു. ഈ പറഞ്ഞതിൽ ഒന്നുകിൽ അലിഫ് ഉണ്ടാവും, അല്ലെങ്കിൽ താ ഉണ്ടാവും, അല്ലെങ്കിൽ യാ ഉണ്ടാവും, അല്ലെങ്കിൽ അലിഫ് ഉണ്ടാവും. അൽ ഫിഅലുൽ മുദാരിഉ ഹുവ കുല്ലു ഫിഅലിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൽ ഹാദിരി അവൽ മുസ്തഖ്ബിലി. അപ്പോൾ മുദാരിഅ ഫിഅൽ എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തെ അല്ലെങ്കിൽ ഭാവി കാലത്ത് ഒരു ഫിഅല് ഒരു പ്രവൃത്തി സംഭവിക്കുന്നതിനെ അറിയിക്കുന്ന ഒരു ക്രിയയാണ് അൽ ഫിഅലുൽ മുദാരി. വലാ ബുദ്ദ അൻ യകൂന മബ്ദൂഅൻ ബിഹർഫിൻ മിൻ അഹ്റുഫിൽ മുദാറാത്തി. അപ്പോൾ മുദാറാത്തിൻ്റെ ഹർഫിൽ നിന്ന് ഒരു ഹർഫ് കൊണ്ട് തുടങ്ങൽ അത് സ്റ്റാർട്ട് ചെയ്യൽ നിർബന്ധമാണ്, അനിവാര്യമാണ്. തുടക്കം മുദാറാത്തിൻ്റെ ഒരു ഹർഫായിരിക്കും. വഹിയ ആ മുദാറാത്തിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? അൽ ഹംസത്തു വൻ നൂനു വൽ യാ വത്താഉ. ഹംസ നൂന് യാ താ ഈ 4 അക്ഷരങ്ങൾ ആണ് മുദാറാത്തിൻ്റെ ഹർഫുകൾ എന്ന്. അടുത്തത് അൽ ഫിഅലുൽ അംറു. അംർ ഫിഅൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൽപ്പിക്കുക, അതേപോലെ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുക, അപേക്ഷിക്കുക, പ്രാർത്ഥനാരൂപം, അതിനൊക്കെ അംർ ഫിഅലാണ് ഉപയോഗിക്കുക. അംർ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ പറയുമ്പോൾ പൊതുവെ കൽപ്പന എന്ന് പറയുമെങ്കിലും എല്ലാം കൽപ്പന ആവണമെന്നില്ല. ഇപ്പം അല്ലാഹുമ്മ ഗഫിർലി അള്ളാഹു എനിക്ക് പുറത്തു തരണേ. ഗഫറ പൊറുത്തു ഫിഅൽ മാദിയാണ്. യഗ്ഫിറു പൊറുക്കുന്നു അവൻ പൊറുക്കുന്നു അത് ഫിഅൽ മുദാരിയാണ്. എന്നാൽ യഗ്ഫിർ നീ പൊറുക്ക് എന്നാണ്. പക്ഷെ അത് അള്ളാഹിനോട് കൽപ്പനയാണോ? അള്ളാഹിനോട് കൽപ്പിക്കാൻ പറ്റും നമുക്ക്? ഇല്ല. അപ്പോൾ അവിടെ അപേക്ഷയാണ്, റിക്വസ്റ്റാണ്. അതിനും അംർ തന്നെ പറയാം. ഫിഅൽ അംർ തന്നെയാണ്. സാങ്കേതികമായി നഹവിയായിട്ട് പറയാം ഫിഅൽ അംർ തന്നെയാണ്, ഫിഅലുൽ അംർ. മനസ്സിലായില്ലേ? അപ്പോൾ അല്ലാഹുമ്മ അള്ളാഹുവേ യഗ്ഫിർ നീ പുറത്തു തരണേ, റിക്വസ്റ്റാണ്, അപേക്ഷയാണ്. ലീ എനിക്ക്. അപ്പോൾ അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി. അല്ലാഹുമ്മ യഗ്ഫിർ എന്നാണ് ചേർത്ത് പറയുമ്പോൾ അല്ലാഹുമ്മ ഗഫിർ. അപ്പോൾ ഇൽഅബ് ബിൽ ഖുറതി നീ പന്ത് കൊണ്ട് കളിക്കൂ. അതുഇം തിത്തക നീ നിന്റെ പൂച്ചക്ക് ഭക്ഷിപ്പിക്കൂ. നദ്ദിഫ് സിയാബക നീ നിന്റെ വസ്ത്രം വൃത്തിയാക്കൂ. അപ്പോൾ ഇൽഅബ് കളിക്കുക, അതുഇം ഭക്ഷിക്കുക, നദ്ദിഫ് വൃത്തിയാക്കുക. ഇതൊക്കെ എന്താണ്? അംർ ഫിഅലാണ്, അംറുൽ ഫിഅലാണ്, ഫിഅലുൽ അംറാണ്. നം മുബക്കിറ നീ നേരത്തെ ഉറങ്ങുക. തമഹൽ ഫിസ്സൈരി നടത്തത്തിൽ വേഗത കുറക്കുക. അജിദ് മവഅത്ത്വാമി നീ ഭക്ഷണത്തിൻ്റെ ചവച്ചരക്കൽ എത്തുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചവക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അവിടെ നം തമഹൽ ഇൽഅബ് അത്ഇം നദ്ദിഫ് ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഫിഅലുൽ അംറാണ്, ഫിഅലുൽ അംറാണ്. ഫിഅലുൽ അംറി ഹുവ കുല്ലു ഫിഅലിൻ യുത്ലബു ബിഹി ഹുസൂലു ഷൈഇൻ ഫി സമനിൽ മുസ്തഖ്ബിലി. അപ്പോൾ അംർ ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഭാവി കാലത്ത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പന അല്ലെങ്കിൽ റിക്വസ്റ്റാണ്. തേടലാണ്, തേടപ്പെടലാണ്. യുത്ലബ് തേടപ്പെടുന്നു. അത് റിക്വസ്റ്റ് ആവാം, അപേക്ഷയാവാം, കൽപ്പനയാവാം. ശരിയല്ലേ? ദ്വാരൂപമാകാം, ദ്വാരൂപത്തിനൊക്കെ അത് വരും. ശരി. അപ്പോൾ അൽ ഫിഅലുൽ അംർ. ഇനി അടുത്തത് എന്താണ്? അൽ ഫാഇലു. ഫാഇൽ കർത്താവ്, സബ്ജക്റ്റ്. അൽ ഫാഇലു ഇസ്മുൻ മർഫൂഉൻ തഖദ്ദമഹു ഫിഅലുൻ. ഫാഇൽ എന്നാൽ റഫ്ആക്കപ്പെട്ട ഒരു ഇസ്മാണ്. സാധാരണ റഫ് എന്ന് പറഞ്ഞാൽ ലമ്മത്ത് കൊണ്ടാണ്. എപ്പോഴും അങ്ങനെ ലമ്മത്ത് കൊണ്ടാണെന്നില്ല. തഖദ്ദമഹു ഫിഅലുൻ ഒരു ഫിഅൽ മുൻകടന്ന എന്ന് പറഞ്ഞാൽ മുന്നേ ഒരു ഫിഅൽ വന്നിട്ടുണ്ടാവും. മിക്കവാറും ഫിഅൽ മുന്നേ ആണ് വരിക, ചിലപ്പോൾ അല്ലാതെയും വരാം. വദല്ല അല്ലദീ ഫഅലൽ ഫിഅല ഫിഅൽ കർമ്മം, ക്രിയ
പ്രവർത്തിച്ച ആളെ അത് അറിയിക്കുന്നു. ആളെ അല്ലെങ്കിൽ ആരാണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചത് അറിയിക്കുന്നു. സബ്ജക്റ്റ് കർത്താവ്. ത്വാറൽ ഉസ്ഫൂറു കുരുവി പാറി. ഇപ്പോൾ ത്വാറ പാറി അത് ഫിയലാണ്, ഫിയല് മാദിയാണ്. അൽ ഉസ്ഫൂറു അതാണ് ഫായിൽ. പാറിയത് ആരാണ്? ഉസ്ഫൂറാണ്. ഉസ്ഫൂർ അത് റഫ്ആണ്. റാ ദമ്മത്ത് കൊണ്ട് റഫ്ആണ്. മർഫൂഉൻ ബി ദമ്മ. ത്വാറൽ ഉസ്ഫൂറു ത്വാറ ഫിയല് മാദി, അൽ ഉസ്ഫൂറു ഫായിൽ മർഫൂഉൻ ബി ദമ്മ. ശരി. ജറൽ ഹിസാനു ജറ നടന്നു, അൽ ഹിസാനു കുതിര. ജറ ഫിയല് മാദി, അൽ ഹിസാനു ഫായിൽ മർഫൂഉൻ ബി ദമ്മ. ഇതാണ് അതിൻ്റെ ഇറാബ്. ആരിബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇറാബ് പറയേണ്ടത് കേട്ടോ. ലഅബൽ വലതു ആൺകുട്ടി കളിച്ചു. ലഅബ ഫിയല് മാദി, അൽ വലതു ഫായിൽ മർഫൂഉൻ ബി ദമ്മ. ശരി. യഊമു സമകു യൽസഉൽ ബഊദു തഅകുലുൽ ബിന്തു. അതൊക്കെ തന്നെ, അത് മുളാരിയാണ് മാത്രം. മറ്റേ ആദ്യം പറഞ്ഞ മാദിയായ ഫിയലാണ്. അപ്പോൾ യഊമു എന്നുള്ള ഫിയല് മുളാരി, അസ്സമക്കു മത്സ്യം എന്നുള്ളത് അത് അതിൻ്റെ ഫായിൽ. എൽസാഉ കടിക്കുന്നു. അപ്പോൾ എൽസാഉ എന്നുള്ള ഫിയല് മുളാരി, അൽ ബഊദു കൊതുക് എന്നത് അതിൻ്റെ ഫായിൽ മർഫൂഉ. മനസ്സിലായി? ബിളമ്മ. തഅകുലു ഫിയല് മുളാരി, അൽ ബിന്തു ഫായിൽ മർഫൂഉ ബിളമ്മ. അടുത്തത് അൽ മഫ്ഊലു ബിഹി. മഫ്ഊലു ബിഹി കർമ്മ ഒബ്ജക്റ്റ്. അൽ മഫ്ഊലു ബിഹി ഇസ്മുൻ മൻസൂബുൻ വഖഅ അലൈഹി ഫിഅലുൽ ഫാഇലി. മഫ്ഊലു ബിഹി എന്ന് പറഞ്ഞാൽ നസ്ബാക്കപ്പെട്ട ഒരു ഇസ്മാണ്. നസ്ബ് എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ ഫതഹത്ത് കൊണ്ടായിരിക്കും. വഖഅ അലൈഹി ഫിഅലുൽ ഫാഇലി ഫാഇലിൻ്റെ ഫിഅല് സബ്ജക്റ്റിൻ്റെ ഫിഅല് ചെയ്തവൻ്റെ കർമ്മം പ്രവൃത്തി ചെയ്തവൻ്റെ ആ പ്രവൃത്തി പതിച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് അയാളുടെ മേലാണ്. അതിനെയാണ് മഫ്ഊലു ബിഹി. അതായത് ആ ഫിഅല് ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചിരിക്കുന്നത് അയാളാണ്. അതാണ്. ഷദ്ദ തിൽമീദു അൽ ഹബല. ഷദ്ദ കെട്ടി. അത്തിൽമീദു വിദ്യാർത്ഥി, അൽ ഹബല കയറ്. അപ്പോൾ വിദ്യാർത്ഥി കയറ് കെട്ടി. കെട്ടി ഷദ്ദ എന്ന ഫിഅല് മാദി. അത്തിൽമീദു ഫാഇൽ മർഫൂഉ ബിളമ്മ. അൽ ഹബല ആ കെട്ട് ആരുടെ മേലാണ്? ഈ എന്തിന്മേലാണ്? ഹബലിന്മേലാണ് അല്ലേ? അപ്പോൾ ഹബല എന്നുള്ളതാണ് എന്ത്? മഫ്ഊലുൻ ബിഹി എന്നാണ്. മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബി ദമ്മ, മൻസൂബുൻ ബിൽ ഫതഹ, ഫതഹത്ത് കൊണ്ട് നസ്ബാക്കപ്പെട്ടു. ആ തിൽമീദ് എന്നുള്ളത് അവിടെ ഫായിലായതുകൊണ്ട് മർഫൂഉൻ ബി ദമ്മ. തൊവത്തിൽ ബിന്തു അസ്സൗബ. തൊവത്ത് ചുരുട്ടി, അൽ ബിന്തു പെൺകുട്ടി, അസ്സൗബ വസ്ത്രത്തെ. അപ്പം പെൺകുട്ടി വസ്ത്രം ചുരുട്ടി. തൊവത്ത് ഫിഅല് മാദി, അൽ ബിന്തു ഫാഇൽ മർഫൂഉൻ ബിൽ ദമ്മ, അസ്സൗബ മഫ്ഊലുൻ ബിഹി മൻസൂബ് ബിൽ അൽ ഫതഹ, മൻസൂബ് ബിൽ ഫതഹ. അക്കല ദിഇബു അൽ ഖറൂഫ. അക്കല തിന്നു. അദ്ദിഇബു ചെന്നായ, അൽ ഖറൂഫ ആട്ടിൻകുട്ടിയെ. അപ്പോൾ അക്കല ഫിഅല് മാദി, അദ്ദിഇബു ഫാഇൽ മർഫൂഉൻ ബിൽ ദമ്മ, അൽ ഖറൂഫ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ഫതഹ. ശരി. യർബഹു സാബിഖു ജായിസതൻ. യർബഹു സാബിഖു എന്താണ്? വിജയ് നേടുന്നു. നേടുന്നു അല്ലെങ്കിൽ നേടും. ജായിസത്തൻ പ്രൈസ് സമ്മാനം. അപ്പോൾ യർബഹു എന്നുള്ള ഫിഅല് മുദാരി, അസ്സാബിഖു ഫാഇൽ മർഫൂഉൻ ബിൽ ദമ്മ, ജായിസത്തൻ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ഫത്ഹ. ശരി. യസ്വീദു സായിലബു ദജാജത്തൻ. യസ്വീദു വേട്ടയാടി പിടിക്കുന്നു. അസായിലബു കുറുക്കൻ, ദജാജത്തൻ കോഴിയെ, പിടക്കോഴിയെ. യസ്വീദു ഫിഅല് മുദാരി, അസായിലബു ഫാഇൽ മർഫൂഉൻ ബിൽ ദമ്മ, ദജാജത്തൻ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ഫത്ഹ. യബീഉൽ ഖസ്സാബു അൽ ലഹ്മ. യബീഉ വിൽക്കുന്നു, അൽ ഖസ്സാബു ഇറച്ചിക്കാരൻ, ബുച്ചർ, അൽ ലഹ്മ ഇറച്ചിയെ, ഇറച്ചി വിൽക്കുന്നു. യബീഉ ഫിഅലു മുദാരി, അൽ ഖസ്സാബു ഫാഇൽ മർഫൂഉൻ ബിൽ ദമ്മ, അൽ ലഹ്മ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ഫത്ഹ. ഇനി ഫാഇലും മഫ്ഊലും ബിഹിം തമ്മിലുള്ള ഒരു കമ്പാരിസൺ, മുവാസനത്ത് പറയാണ്. എന്താണ്? അന്ന കുല്ല ഫാഇലിൻ വ കുല്ല മഫ്ഊലിൻ ബിഹി ഇസ്മുൻ. ഫായിലാണെങ്കിലും മഫ്ഊലും ബിഹി ആണെങ്കിലും ഇസ്മാണത് അല്ലേ, നാമമാണ്. അന്നൽ ഫാഇല ഹുവല്ലദീ സ്വദറ അൻഹുൽ ഫിഅലു. ഫിഅല് ആരിൽ നിന്നുണ്ടായോ അതാണ് ഫാഇൽ, അല്ലെങ്കിൽ എന്തിൽ നിന്നുണ്ടായോ അതാണ് ഫാഇൽ. അന്നൽ ഫാഇല അന്നൽ മഫ്ഊല ബിഹി ഹുവല്ലദീ വഖഅ അലൈഹിൽ ഫിഅലു. ഫിഅല് ആരിൽ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തിൽ സംഭവിച്ചുവോ അതാണ് മഫ്ഊലും ബിഹി ഒബ്ജക്റ്റ്, കർമ്മം.
അന്നൽ ഫാഇല ആഖിറുഹു മർഫൂ, ഫാഇലിൻ്റെ അവസാനം റഫ്ആക്കപ്പെട്ടതാണ്. അന്നൽ മഫ്ഊല ബിഹി ആഖിറുഹു മൻസൂബുൻ, മഫ്ഊലുൻ ബിഹി അതിൻ്റെ അവസാനം നിസ്ബാക്കപ്പെട്ടതാണ്. ഇനി അൽ മുബ്തദഉ വൽ ഖബറു, മുബ്തദഉം ഖബറും. അൽ മുബ്തദഉ ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വൽ ജുംല, ജുംലയുടെ തുടക്കത്തിലുള്ള റഫ്ആക്കപ്പെട്ട ഇസ്മാണ് അൽ മുബ്തദഅ. അൽ ഖബറു ഇസ്മുൻ മർഫൂഉൻ യകൂനു മഅൽ മുബ്തദഇ ജുംലതൻ മുഫീദതൻ. ഖബർ എന്ന് പറഞ്ഞാൽ മുബ്തദയുടെ കൂടെ വരുന്ന റഫ്ആക്കപ്പെട്ട ഇസ്മാണ്, അതോടുകൂടി അതെന്താവും, ഒരു ജുംലത്തുൻ മുഫീദയാവും. ഖബർ കൂടി വരുമ്പോൾ, ഖബറില്ല മുബ്തദ മാത്രമാണെങ്കിൽ ജുംലത്തുൻ മുഫീദയാവില്ല. അത്തുഫാഹത്തു ഹിൽവത്തുൻ, ആപ്പിൾ മധുരമുള്ളതാണ്. അപ്പം അത്തുഫാഹത്തു എന്നുള്ളത് എന്താണ്, മുബ്തദയാണ്, തുടങ്ങുന്നതാണ്. അത്തുഫാഹത്തു ആപ്പിളാകുന്നത്, ഹിൽവത്തുൻ മധുരമുള്ളതാണ്, അങ്ങനെയാണ് പഠിപ്പിക്കൽ. അത് അൽ ബുസ്താനു ജമീലുൻ, അൽ ബുസ്താനു പൂന്തോട്ടമാകുന്നത്, ജമീലുൻ മനോഹരമാണ്, ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അത്തുഫാഹത്തു മുബ്തദ ഹിൽവത്തുൻ ഖബർ. അസ്സൂറത്തു ജമീലത്തുൻ, അസ്സൂറത്തു ചിത്രം, ജമീലത്തുൻ മനോഹരമാണ്. അസ്സൂറത്തു മുബ്തദ ജമീലത്തുൻ ഖബർ, രണ്ടും എന്താണ്, റഫ്ആണ്. മുബ്തദയും ഖബറും എന്താണ്, റഫ്ആണ്, മർഫൂഉൻ ബിൽ ദമ്മ. അൽ ജറിയു മുഫീദുൻ, അൽ ജറിയു നടത്തം, മുഫീദുൻ ഉപകാരമുള്ളതാണ്, വാക്കിംഗ് ഈസ് യൂസ്ഫുൾ. അൽ ജറിയു വാക്കിംഗ്. അപ്പോൾ അൽ ജറിയു മുബ്തദ മർഫൂഉൻ ബിൽ ദമ്മ, മുഫീദുൻ ഖബർ മർഫൂഉൻ ബിൽ ദമ്മ. അൽ ഖിത്താറു സരീഉൻ, തീവണ്ടി വേഗതയുള്ളതാണ്. അൽ ഖിത്താറു മുബ്തദ മർഫൂഉൻ ബിൽ ദമ്മ, സരീഉൻ ഖബർ മർഫൂഉൻ ബിൽ ദമ്മ. അൻ നദാഫത്തു വാജിബത്തുൻ, വൃത്തിയാക്കൽ, ശുദ്ധി, ക്ലീനിങ്, ക്ലൻലിനെസ്, വൃത്തി, വാജിബത്തുൻ നിർബന്ധമാണ്, വൃത്തി നിർബന്ധമാണ്. അൻ നദാഫത്തു മുബ്തദ മർഫൂഉൻ ബിൽ ദമ്മ, വാജിബത്തുൻ ഖബർ മർഫൂഉൻ ബിൽ ദമ്മ. അൽ അർദു മുസ്തദീറത്തുൻ, ഭൂമി ഉരുണ്ടതാണ്. അൽ അർദു ഭൂമി, അപ്പോൾ മുബ്തദ മർഫൂഉൻ ബിൽ ദമ്മ, മുസ്തദീറത്തുൻ ഖബർ മർഫൂഉൻ ബിൽ ദമ്മ. അടുത്തത് അൽ ജുംലത്തുൽ ഫിഅലിയത്തു, ഫിഅലിയായ ജുംല. ഫിഅലിയായ ജുംല എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന ജുംല, മനസ്സിലായില്ലേ? അപ്പോൾ കുല്ലു ജുംലത്തിൻ തതറക്കബു മിൻ ഫിഅലിൻ വ ഫാഇലിൻ തുസമ്മ ജുംലത്തൻ ഫിഅലിയത്തൻ. എന്താണ്, എല്ലാ ജുംലയും, എല്ലാ ഓരോ ജുംലയും ഫിഅൽ കൊണ്ടും ഫാഇൽ കൊണ്ടും രൂപപ്പെടുന്ന എല്ലാ ജുംലയും എന്ന് പറയാം ജുംലത്തും ഫിഅലിയ, മനസ്സിലായില്ലേ? ലമഅൽ ബർഖു, എന്താണ്, മിന്നൽ, മിന്നി, ഒരു മിന്നലാണ് മിന്നി, ലമഅ മിന്നി, അൽ ബർഖു മിന്നൽ. അപ്പോൾ ലമഅ എന്നുള്ളത് ഫിഅല്, അൽ ബർഖു എന്നുള്ളത് ഫാഇല്. അപ്പോൾ അത് ജുംലത്തും ഫിഅലിയാണ്, മനസ്സിലല്ലേ? ഇത്രേ ഉള്ളൂ. അവ ദിഅബു, അവ ഓരിയിട്ടു, അദ്ദിഅബു ചെന്നായ. അപ്പോൾ അവ ഫിഅല് മാദി, അദ്ദിഅബു ഫാഇല് മർഫൂഉൻ ബിൽ ദമ്മ. ഫിഅലും ഫായിലുണ്ട്, ഫിഅലും ഫായിലുള്ളതുകൊണ്ട് എന്താണ്, ഫിഅലും കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ജുംലത്തുൻ ഫിഅലിയ. യസ്ഖുതു സൽജ, യസ്ഖുതു വീഴുന്നു, അസൽജു എന്നല്ലേ, സൽജ എന്നാവില്ല, അതാണ് തെറ്റിപ്പോയത് കേട്ടോ. യസ്ഖുതു വീഴുന്നു, അസൽജു മഞ്ഞ്, മഞ്ഞ് വീഴുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ യസ്ഖുതു ഫിഅൽ മുദാരി, അസൽജു ഫാഇൽ മർഫൂഉൻ ബിൽ ദമ്മ. അസൽജു എന്നാക്കണ്ട അവിടെ, സൽജ എന്നല്ല. യഷ്തദ്ദുൽ ബർദു, ബർദ് കഠിനമാകുന്നു, തണുപ്പ്. യഷ്തദ്ദു ഫിഅൽ മുദാരി, അൽ ബർദു ഫാഇൽ മർഫൂഉൻ ബിൽ ദമ്മ. യഖ്തഫ് അൽ വർദത, യഖ്തഫ് ഫിഅൽ അംറാണ്, ഫിഅലാണത്, ഫിഅൽ ഉണ്ടല്ലോ. അൽ വർദത, അൽ വർദത പനിനീർ പുഷ്പത്തെ, പറിക്കൂ, എന്തിനെ, വർദ്ധത്തിന്. അപ്പോൾ വർദ്ധത്തിന് എന്ന് പറയുമ്പം അത് മഫ്ഊല് ബിഹിയാണ്. അപ്പോൾ അവിടുത്തെ ഫായിലാണ് യഖ്തഫ്, നീ പറിക്കൂ എന്നാണ്. അതിനകത്തൊരു ഫായിലുണ്ട്, ലമീറുണ്ട്, അന്ത, നീ, അല്ലെങ്കിൽ അന്തി, അന്തി എന്നല്ല, അന്ത, നീ എന്നുള്ളൊരു ഫായിലുണ്ട്, മനസ്സിലായില്ലേ? മുസ്തത്തിറായിട്ടുള്ള, ലമീർ മുസ്തത്തിറായിട്ടുള്ള, അടങ്ങിക്കിടക്കുന്നത്, അതാണ് അവിടുത്തെ ഫായിൽ കേട്ടോ. എന്താട്ടെ, ഇത് ഫിഅൽ കൊണ്ടാ തുടങ്ങിയത്, യഖ്തഫ്. അപ്പോൾ ജുംലത്തുൻ ഫിഅലിയ. ഖുദിൽ കിതാബ, നീ പുസ്തകം എടുക്കൂ. ഖുദ് ഫിഅലാണ് അല്ലേ, ഫിഅൽ അംറാണ്, ഫായിൽ അതിനകത്തുണ്ട്, അന്ത എന്നുള്ള ഫായിലുണ്ട്, നീ എടുക്കൂ എന്നാണ്. അൽ കിതാബ് പുസ്തകത്തെ, അപ്പോൾ മഫ്ഊലുൻ ബിഹിയാണ് അത്. അടുത്തത് ജുംലത്തുൻ ഇസ്മിയ. അൽ ജുംലത്തുൽ ഇസ്മിയ കുല്ലു ജുംലത്തിൻ തതറക്കബു മിൻ മുബ്തദഇൻ വ ഖബറിൻ തുസമ്മ ജുംലത്തുൻ ഇസ്മിയ.
മുബത്തദവും ഖബറും കൊണ്ട് രൂപപ്പെടുന്ന ജുംലയെ എന്ത് പറയും? ജുംലത്തുൽ ഇസ്മിയ. മുബത്തദവും ഖബറും പാഠം പഠിച്ചല്ല, അതിലുള്ള ഉദാഹരണമൊക്കെ തീക്കും ബാധകമാണ്. മനസ്സിലല്ലേ? അദ്ദാറു വാസിഅത്തുൻ, വീട് വിശാലമാണ്. അദ്ദാറു എന്താണ്? ഇസ്മാണ്, മുബത്തദാണ്, മർഫൂഉൻ ബിൽ ദമ്മ. വാസിഅത്തുൻ ഖബറാണ്, ഇസ്മാണല്ലോ അതും. വാസിഅത്തുൻ അത് മർഫൂഉൻ ബിൽ ദമ്മ, മുബത്തദ ഉണ്ട് ഖബറും ഉണ്ട്. അപ്പോൾ മുബത്തദയും ഖബറുള്ള ഒരു ജുംലയാണെങ്കിൽ അതാവും ജുംലത്തുൽ ഇസ്മിയ. ഇസ്മോണ്ടല്ലേ തുടങ്ങിയപ്പോൾ മുബത്തദ ഇസ്മായിരിക്കുമല്ലോ, ഖബർ ഇസ്മായിരിക്കുമല്ലോ. അൽ ജവ്വു മുഅ്തദിലുൻ, ജവ്വ് അന്തരീക്ഷം, മുഅ്തദിലുൻ നേരെ മിതത്വം ഉള്ളതാണ്. അപ്പോൾ അൽ ജവ്വു എന്താണ്? മുബത്തദ മർഫൂഉൻ ബിൽ ദമ്മ, മുഅ്തദിലുൻ ഖബർ മർഫൂഉൻ ബിൽ ദമ്മ. അൽ ഗുബാറു സായിറുൻ, അൽ ഗുബാറു പൊടി, സായിറുൻ പരക്കുന്നതാണ്. അപ്പോൾ അൽ ഗുബാറു മുബത്തദ മർഫൂഉൻ ബിൽ ദമ്മ, സായിറുൻ ഖബർ മർഫൂഉൻ ബിൽ ദമ്മ. അശ്ശാരിഉ മുസ്ദഹിമുൻ, ഷാരി റോഡ്, മുസ്ദഹിമുൻ തിരക്കുള്ളതാണ്. അപ്പോൾ അശ്ശാരിഉ മുബത്തദ മർഫൂഉൻ ബിൽ ദമ്മ, മുസ്ദഹിമുൻ ഖബർ മർഫൂഉൻ ബിൽ ദമ്മ. മുബത്തദ ഖബറുണ്ട്. അത്വരീഖു ലയ്യഖത്തുൻ, അത്വരീഖു വഴി, ലയ്യഖത്തുൻ ഇടുങ്ങിയതാണ്. അത്വരീഖു മുബത്തദ മർഫൂഉൻ ബിൽ ദമ്മ, ലയ്യഖത്തുൻ ഖബർ മർഫൂഉൻ ബിൽ ദമ്മ. അൽ ഫഅറത്തു മുഖ്തബിസത്തുൻ, മുഖ്തബിഅത്തുൻ. അൽ ഫഅറത്തു എലി, മുഖ്തബിഅത്തുൻ പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന, പതിഞ്ഞിരിക്കുന്ന. അൽ ഫഅറത്തു എലി, മുബത്തദ മർഫൂഉൻ ബിൽ ദമ്മ, മുഖ്തബിഅത്തുൻ ഖബർ മർഫൂഉൻ ബിൽ ദമ്മ. കുല്ലു ജംലത്തിൻ തതറക്കബു മിൻ മുബ്തദഇൻ ഖബറിൻ തുസമ്മാ ജംലത്തുൻ ഇസ്മിയ. മുബ്തദ ഖബർ കൊണ്ട് രൂപപ്പെടുന്ന ജംലകളെ എല്ലാം എന്ത് പറയും? ജംലത്തുൻ ഇസ്മിയ എന്ന് പറയും.